പള്ളി വാങ്ങിക്കായി. പള്ളി ഇപ്പോൾ കാണുന്ന പോലില്ല. കോടയും കയറി തിരിച്ചു കൊണ്ട് വഴിയും കാണാൻ വയ്യ. കുരിക്ക് നോക്കിയാണ് വന്നപ്പോൾ കുരിക്കും കാണുന്നിട്ട്. വാഗമണിൽ ഏകദേശം 5:30 ആയിട്ടുണ്ട്. പുള്ളിക്കാനം റൂട്ടാണിത്. പുള്ളിക്കാനം നമ്മളെത്തി താഴോട്ട് ഇറങ്ങുവാണ്. ആഹാ, എന്താ ഭംഗി! വല്ലാത്ത കോടയും ഒക്കെയാണ്. കിളിയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ? എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിരിക്കുകയാണ്. എന്ത് കൂടെയല്ലേ, കറക്റ്റ് മൺസൂൺ വെതറാ. സെറ്റാണ്. ആ ഇത് കണ്ട ഈ ഇറക്കം, ഈ ഇറക്കത്തിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അടിപൊളിയാണ്. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ ഹില്ലിൻ്റെ അങ്ങോട്ട്, ഈ ഹില്ല് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വലിയ ട്രക്കിംഗ് ഒന്നുമല്ല, നോർമൽ സാറിനെ കയറി പോകാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉള്ളൂ. അല്ല, നമുക്ക് ആ വഴി കയറാൻ പറ്റും. സൈഡിൽ കൂടെ കയറാം. ഒരു വണ്ടി കയറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. തെന്നലുണ്ടല്ലേ, നല്ല നല്ല തെന്നലും ഉണ്ട്. മഴയുള്ളതുകൊണ്ട് അധികം തണുപ്പ് അറിയുന്നില്ലല്ലേ. എനിക്കൊന്ന് കോട്ടിട്ടുണ്ടോ. അല്ല, അത് കുഴപ്പമില്ല, അത് വലിയ അപ്പോൾ പതിയെ കയറാം കേട്ടോ, പതിയെ കയറാം. അവിടെ കുറച്ച് സെറ്റ്സിലൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിപൊളിയായിരിക്കും. കോടയാണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. വഴി കയറും. ഇവിടെ ഗുണമുണ്ട്, നമ്മൾ ഏത് പോയിന്റിൽ കൂടെ നടന്നാലും എൻ്റെ മണ്ടയ്ക്ക് ചെല്ലാൻ പറ്റും. ഏത് സ്ഥലത്ത് കൂടെ നടന്നാലും നമുക്കൊരു മുകളിൽ ചെല്ലാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിയൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് കയറി ശ്രദ്ധിച്ചോണേ. നല്ല കോടയായണ്ടേ ചില സ്ഥലത്ത് താഴ്ചയില്ല. എൻ്റെ ആളിയ പൊടിയല്ലേ ഒരു സെറ്റ്. അന്ന് വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നു. എന്തിനല്ലേ വേറെ മൂന്നാറും ഊട്ടിയൊക്കെ പോകുന്നത്? ഇവിടെ വന്നാൽ മതി. അത്രയ്ക്ക് ആംബിയൻസ് പീസ്ഫുള്ളാണ്, ഒറ്റ ശല്യമില്ല. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് അന്നവന്മാർ തിരിച്ചു പോയത്. ഇവിടെ കുറച്ച് കാട് കണക്കാ, അകത്തോട്ട് കയറി പോകുന്ന. അന്ന് പക്ഷെ കോടയൊന്നും ഇല്ലായിരുന്നു. രണ്ട് സൈഡിൽ കുറച്ച് കാട് കണക്കാ. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ വിചാരിക്കും ഇതിനെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു ഇതുപോലത്തെ സെറ്റപ്പുണ്ട് രണ്ട് സൈഡിൽ. ഞങ്ങളത് നിന്ന് തിരഞ്ഞു പിടിച്ച് വന്നേ, ഇത് തേടി പിടിച്ച് വന്നേ. ഞങ്ങൾക്കും അറിയില്ല ഈ സ്ഥലം. ഞങ്ങളൊരു കുന്ന് കണ്ടപ്പോൾ കയറാം എന്നുള്ള രീതിയിൽ കയറിയതാ. നല്ല ചേട്ടാ ഇവിടെ. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എവിടെയും ചെല്ലുവിടാ നമ്മൾ. കോടയായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് വന്നിട്ടൊരു ഭയങ്കര വ്യത്യാസമുള്ള കണക്ക് പോകും. ഇവിടെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ നോക്കാം. തന്നെയല്ലേ നമുക്ക് അവിടെ കയറണ്ട്.
അതുകൊണ്ടാ അവിടെ കയറട്ടെ. അതാ ടോപ്പ്. അത് കയറാൻ പറ്റും, പക്ഷെ ഇപ്പം ഈർപ്പമുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. മറ്റേ വഴി വരാറില്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ ചെല്ലും, ഇതിൻ്റെ മുകളിൽ. പക്ഷെ കോടയാണ്ട് വഴി മനസ്സിലാവുന്നില്ല, വഴി ക്ലിയർ അല്ല. തന്നെ നോക്കിയായി എന്നത്തില്ല, സൈഡ് വഴി കയറാം. വഴുക്കലുണ്ടായാലും ഗ്രിപ്പുണ്ടല്ലേ, പിടിക്കാനൊരു ഗ്രിപ്പുണ്ട്. വെള്ളം ഒഴുകി വഴുക്കലായിട്ടുണ്ട്. വാവ്. ഇവിടെ എൻ്റെ ഒക്കെ അടിക്കാൻ പറ്റുമോ ഒന്ന്? നല്ല കാറ്റ്, എൻ്റെ അടിക്കാൻ പറ്റുക. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം കേട്ടോ, അങ്ങോട്ട് നടക്കാം. അതാണോ ടോപ്പ്? അതാ ടോപ്പ്. ആ, അവിടുന്ന് അപ്പുറത്തോട്ട് ഇറങ്ങാനും കണ്ട് പറ്റും, ശ്രദ്ധിക്കണത്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാമെന്ന് നോക്കിയാണ്. ഗൈസ്, ഇതാണ് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിച്ച സ്ഥലം. നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്ത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സൺറൈസ് അടിക്കാനാണ് വന്നത്. ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ സൺറൈസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കോടയും മൺസൂൺ വെതറല്ലേ, അപ്പോൾ ഇതൊരു വേറൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഒരു നല്ലൊരു മൺസൂൺ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ട്രക്കിംഗ് കോസ്റ്റോ ഒന്നുമില്ല, വലിയ ഡേഞ്ചറായിട്ടുള്ള ട്രക്കിങ്ങോ അല്ല. ഡേഞ്ചറൊന്നുമില്ല, നമുക്ക് ശ്രദ്ധിച്ച് കയറി വന്ന വഴിക്കുള്ള സ്ഥലമുണ്ടെന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷം ആസ്വദിക്കാം. ഇതിൻ്റെ അപ്പുറത്ത് കുറേ മലയും നല്ല വ്യൂ പോയിൻ്റൊക്കെ. ഇപ്പോൾ കോട കയറിയിട്ട് നമുക്ക് മനസ്സിലാവും, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഇതുവഴി പോകാൻ പറ്റും. നോക്കിയാ എനിക്ക് ക്യാമറ. നമ്മളങ്ങനെ കുരിശുമലയിലോട്ട് എത്തിയിരിക്കുകയാണ്. കുരിശുമല ഇത്തിരി കഠിനമാണ്. നല്ല കോടയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. കാണാൻ അന്തരീക്ഷം വളരെ നൈസാണ്. നമ്മളടുത്ത് എത്തറായി, പള്ളിയുടെ അടുക്കറായി. ഫുള്ള് കോടയാണ് ഇവിടെ. ചെറിയ മഴ പെയ്ത് അപ്പം അതിൻ്റെ കോട കയറി, മല കയറി. നമ്മളങ്ങനെ പള്ളിയിലെത്തിരിക്കുകയാണ്. 14 കുരിശ് കയറി. നമ്മൾ പള്ളി നമ്മുടെ അങ്ങോട്ട് കയറുവാണ്. വഴുക്കലാണ് പ്രശ്നം, നനഞ്ഞിടക്കുന്നുള്ള കാര്യങ്ങളാണ്. കുഴപ്പമൊന്നുമില്ല. ഫുൾ കോടയാണ്. കോട കൊണ്ടൊരു ദൂരെ നോക്കിയിട്ട് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇത്ര അടുത്തെത്തിയപ്പോഴാണ് നമ്മൾ പള്ളി കണ്ടത്. കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അപൂർവങ്ങളായിട്ട് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇത്രയും നല്ലൊരു ക്ലൈമറ്റും ശരിക്കും മൺസൂണിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണിത്. ഐ തിങ്ക് മൺസൂണിൽ വാഗമൺ വളരെ ഭംഗിയാണ്. വാഗമണല്ല, ഒട്ടുമിക്ക ഹിൽ സ്റ്റേഷൻസും. പള്ളിയാണ്. അതുകൊണ്ട് ശരിക്കും വന്നത് പള്ളിയിലേക്കല്ല, ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് സൈഡിൽ കൂടെ പോകും, കുഴപ്പമില്ല. അവിടെയൊക്കെ നല്ല മൂടാണ്. കോട കയറിയിരിക്കും ഇവിടെ. കോട മാറിയുണ്ടല്ലോ, സെറ്റപ്പ് വ്യൂ. അടഞ്ഞു വിളിക്കും. പള്ളി വാങ്ങിച്ചായി. പള്ളി ഇപ്പോൾ കാണുന്ന പോലില്ലല്ലോ. കോടയും കയറി തിരിച്ചു കൊണ്ട് വഴിയും കാണാൻ വയ്യ. കുരിശ് നോക്കിയാണ് വന്നപ്പോൾ കുരിശും കാണുന്നിട്ട് അവസ്ഥ. ഗൈസ്, ഫൈനലി നമ്മൾ കയറി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുരിശ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ഈ വഴി നോക്കി നേരെ പോയാൽ മതി. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും വരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കോടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഉണ്ടോ, മൊത്തം കോട. നല്ല കോട മാറിയിരുന്നെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോട മാറുമെന്ന് തോന്നുന്നില്ല. ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കുന്നവിടെ. ഇവിടെ നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന്.
അപ്പോൾ വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.